നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. അകാരണമായ രീതിയിൽ എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? അതായത് പല നേട്ടങ്ങളും പല കാര്യങ്ങളിൽ സന്തോഷമൊക്കെ ഉണ്ടായിട്ടും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതാണോ നിങ്ങളുടെ അവസ്ഥ? എന്താണ് ഈ സന്തോഷം കണ്ടെത്താത്തതിൻ്റെ പിന്നിലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സന്തോഷം നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ അകാരണമായി നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 6 കാരണങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാരണം, യു ആർ ഓൾവേസ് ട്രൈങ് ടു പ്ലീസ് അതേഴ്സ്. മറ്റുള്ള ആളുകളെ പ്ലീസ് ചെയ്യുന്നതിനാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാർ എന്തു പറയും, മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവുമോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ, ഇങ്ങനെയുള്ള ചിന്തകളിലാണ് നിങ്ങളുടെ ജീവിതം. അതായത് മറ്റുള്ള ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ പ്ലീസ് ചെയ്യാൻ കഴിയണത്? കാരണം നിങ്ങളോട് പല വ്യക്തികൾ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അവരെ പ്ലീസ് ചെയ്യാനായി യെസ് എസ് എസ് എന്നാണ് ഉത്തരം നൽകുന്നതെങ്കിൽ, അപ്പം അതിൽ ഒരാളെ നിങ്ങൾ ഒരു വഴിക്ക് വിളിക്കുകയാണ്, ആ വ്യക്തിയോട് അങ്ങ് പോവാങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിലപ്പെട്ട സമയമാണ്, പല പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ട സമയമാണ്, ആ സമയം മാറ്റി വെച്ച് മറ്റൊരാൾക്ക് വേണ്ടി ആ സമയം മുഴുവൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അതൊന്നും ചെയ്യാൻ കഴിയില്ല. നാച്ചുറലി നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ കാരണം, ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷം ഇല്ലാണ്ടാക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ. 2, യു ആർ റിലേയിങ് ഓൺ സംവൺ ഫോർ യുവർ ഹാപ്പിനെസ്. മറ്റേതൊരു വ്യക്തിയിലാണ് നിങ്ങൾ സന്തോഷത്തിനായി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളെ അല്ല സന്തോഷത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറിച്ച് മറ്റൊരു വ്യക്തിയാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് സന്തോഷവാനായി ഇരിക്കാൻ കഴിയില്ല. കാരണം എന്താ? അത് റിലേറ്റീവ് ആണ്. ആ വ്യക്തി സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഹാപ്പിയോ, ആ വ്യക്തി സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അൺഹാപ്പിയോ. അതായത് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലെടുത്ത് മറ്റൊരാളുടെ കൈ കൊടുത്തിരിക്കുക. ആ വ്യക്തിയാണ് സന്തോഷം ഓണാക്കണതും ഓഫ് ആക്കണതും. നിങ്ങൾക്ക് അതിന് മേലെ പ്രത്യേകിച്ചൊരു അവകാശമോ അധികാരമോ കൺട്രോളോ ഒന്നുമില്ല. ഇതാണ് രണ്ടാമത്തെ നിങ്ങൾ അകാരണമായി സങ്കടപ്പെടാനുള്ള അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കാത്തതുകൊണ്ടാണ്. കാര്യം സന്തോഷത്തോടെ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് സ്വയം ധരിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തനിക്ക് സന്തോഷം കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിവില്ല. അപ്പൊ കൃത്യമായി പരിശോധിക്കണം, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം ലഭിക്കാത്തത്. ഇത് മനസ്സിലാക്കി ആ സന്തോഷത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലെടുത്ത മറ്റൊരാളുടെ കയ്യിലേക്ക് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ താക്കോൽ എത്രയും വേഗം തിരിച്ചു വാങ്ങിച്ചോളൂ. 3, യു ഡോണ്ട് ഹാവ് എ ഹോബി ടു ലൈറ്റ് യു അപ്പ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉഷാറാക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എനർജറ്റിക് ആക്കാൻ, വൈബ്രന്റ് ആക്കാൻ, അതിനുവേണ്ടി കൃത്യമായി ഒരു ഹോബി ഇല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വരുമാനം വേണം, ഒരു പ്രൊഫഷൻ വേണം, കുടുംബം വേണം, ഇതൊക്കെ വേണം. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ വ്യക്തിക്ക് സ്വയം ഉഷാറാക്കാൻ, സ്വയം ലൈറ്റ് ചെയ്യാനായിട്ടുള്ള ചില ഹോബികൾ. നിങ്ങളുടെ ഹോബി എന്താണെന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക, പരിശോധിക്കുക. ആ ഹോബിയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണുണ്ടോ? ഇനി കൃത്യമായൊരു ഹോബി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഹോബി എന്താണെന്ന് കണ്ടെത്തണം. കാരണം ഒരു ഹോബി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പാട്ട് പാടണതും അതല്ലെങ്കിൽ മാർഷൽ ആർട്സ് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യണതും 10 പുഷപ്പ് അടിക്കണതും ഇതൊക്കെ എനിക്ക് ഹോബി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. രസകരമായി ഈ ആക്ടിവിറ്റി കഴിയുമ്പോൾ എനർജി പമ്പ് ചെയ്യുന്നത് സ്വയം അറിയാനും പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, നിങ്ങൾക്കൊരു സന്തോഷം നൽകുന്ന ആ ഹോബി എന്ന് കണ്ടെത്തണം. നിങ്ങൾ നിങ്ങളെ ആ ഹോബിയുമായി കെട്ടിയിടുകയാണെങ്കിൽ എന്തൊക്കെ വിഷമം ഉണ്ടായിക്കഴിഞ്ഞാലും ആ സിറ്റുവേഷൻസിനെ കവർ ചെയ്യാനുള്ള ശക്തി ആ ഹോബി നിങ്ങൾക്ക് തരുന്നതാണ്. നമുക്ക് മനുഷ്യരെക്കാളും കൂടുതൽ ഹോബികളെ ധൈര്യമായി വിശ്വസിക്കാം. കാരണം മനുഷ്യൻ മാറി മാറി പോയെന്നിരിക്കും, പക്ഷേ ഹോബി അങ്ങനെ മാറില്ല. നമുക്ക് ആ ഹോബിയോട് കൃത്യമായ രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ, അത് ഇടയ്ക്കിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളെ സന്തോഷമാക്കാൻ തീർച്ചയായിട്ടും ആ ഹോബിക്ക് കഴിയുന്നതാണ്. നിങ്ങളുടെ ഹോബി എന്താണെന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. 4, യു ആർ ഡിസ്കണക്റ്റഡ് ഫ്രം ഹൂ യു റിയലി ആർ. ശരിക്കുള്ള നിങ്ങളിൽ നിന്നും നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടും. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായ ചില വാല്യൂസും ചില ലക്ഷ്യങ്ങളും ചില കമ്മിറ്റ്മെന്റ്സും ഒക്കെ നമുക്കുണ്ട്. ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജീവിതത്തിലെ ചില മോശം സാഹചര്യം വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മളെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അതായത് നമ്മളുടെ ക്വാളിറ്റീസ്, നമ്മുടെ വാല്യൂസ്, നമ്മളെന്ന ഐഡന്റിറ്റി, അതിനെക്കുറിച്ച് കൃത്യമായി നമുക്കൊരു ധാരണയുണ്ട്. ആ ധാരണയിലുള്ള നമ്മളെ അല്ലാത്ത ഒരു പുതിയ വ്യക്തിയെ നമ്മൾ മാറും.
വളരെ കമ്മിറ്റഡായി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വളരെ മടിയനായി അലസനായി ഇരിക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ മാറും. അപ്പൊ ഇങ്ങനെ തുടർച്ചയായി നമ്മൾ എന്തൊക്കെയാണോ നമ്മളെ പറ്റി കരുതി വെച്ചിരുന്നത് അതെല്ലാം ഇല്ലാണ്ടായി മറ്റൊരു വ്യക്തിയായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എപ്പോഴും സങ്കടമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം നമ്മളെന്ന ആ ഒരു ഐഡന്റിറ്റിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഐഡന്റിറ്റിയെ നമ്മളായിട്ട് മനഃപൂർവ്വം മാറ്റുകയല്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറുകയാണ്. സാഹചര്യങ്ങളുണ്ടോ, ചില വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നോ അങ്ങനെയൊക്കെ നമ്മളങ്ങ് മാറുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സങ്കടം ഉണ്ടാവും. ഇതാണ് പ്രധാനപ്പെട്ട അടുത്ത കാരണം, നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. നമ്മളുടെ അനുവാദമില്ലാതെ നമ്മുടെ ഐഡന്റിറ്റി മറ്റുള്ള ആളുകൾ ചേർന്ന് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നമുക്ക് നമ്മളോടുള്ള കണക്ഷൻ തന്നെ കട്ടായി പോകുന്ന ഒരവസ്ഥ. ഇതും എപ്പോഴും വിഷമിച്ചിരിക്കാനുള്ള ഒരു കാരണമാണ്. അവിടെ ചെയ്യേണ്ടത് നമ്മൾക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്ന ഐഡന്റിറ്റി എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക. ആ ഐഡന്റിറ്റിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് കൃത്യമായി പരിശോധിക്കുക. അത് എഴുതി വച്ചതിന് ശേഷം അതിൽ ഓരോരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷം തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ്. 5, യു ഓൺലി ഫോക്കസ് ഓൺ നെഗറ്റീവ്സ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളും എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പോസിറ്റീവായ 1000 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴായിരിക്കും 5ഓ 6ഓ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാറ്. എന്നാൽ ഈ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കാറില്ല, നന്ദി കാണിക്കാറില്ല. മറിച്ച് നെഗറ്റീവായി സംഭവിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ആവശ്യമില്ലാണ്ട് ചിന്തിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ നെഗറ്റീവായ കാര്യങ്ങളെ വലിയ നെഗറ്റീവായി കാണുകയും കിട്ടിയിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ കാണാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ കവർ ചെയ്യാനായി നാം ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ്. നമുക്ക് കിട്ടുന്ന ഓരോ നന്മയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായി മാറുക. നമ്മളോട് നെഗറ്റീവായ രീതിയിൽ പെരുമാറുന്ന 1-2 ആളുകളായിരിക്കും ഉള്ളത്. പക്ഷെ ആ 1-2 ആളുകളായിരിക്കും ലക്ഷക്കണക്കിന് നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആ ഒരു സന്തോഷത്തെ, അവർ പെരുമാറുന്നതിലുള്ള നമ്മുടെ ഒരു ഹാപ്പിനെസ്സിനെ ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ആണെങ്കിലും അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസിനെ ആണെങ്കിലും അതിനെ പെരുപ്പിച്ച് കാണാൻ നമ്മൾ നിൽക്കേണ്ടതില്ല. അതിനൊരു സ്ഥാനം മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ തന്നെ ഈ ചെറിയ ചെറിയ നെഗറ്റീവ് ഇൻസിഡൻസ് നമ്മളെ കണ്ടമാനം കണ്ട് അഫക്റ്റ് ചെയ്യില്ല. നെഗറ്റീവ് ഇൻസിഡൻസ് ആണെങ്കിലും നെഗറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഇത് വളരെ കുറച്ച നമ്പറിൽ മാത്രമേ ഉള്ളൂ. ഈ കുറഞ്ഞ നമ്പറുള്ള ഇതിന് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കണോ അതോ വലിയ അനുഗ്രഹങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് സ്വയം പരിശോധിക്കണം. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോസിറ്റീവായ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ സിറ്റുവേഷൻസിനെ കവർ ചെയ്യാനുള്ള എനർജി കൂടി ആ വശത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാത്തിൻ്റെയും നെഗറ്റീവ് എലിമെന്റിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണാതെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ ആ സൈഡ് കൂടി കാണാനായിട്ട് മനസ്സിനെ കുറച്ചുകൂടെ വിശാലമാക്കുക. ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് എന്ന നമ്മുടെ ആ വികാരത്തെ ഓൺ ആക്കാൻ അത് സഹായിക്കും. 6, യു ആർ നോട്ട് ഫോക്കസിങ് ഓൺ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ശരീരം വേണ്ട രീതിയിലുള്ള എക്സസൈസ് ചെയ്യുകയും ആവശ്യത്തിനുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയും വേണ്ട വെയിൽ കൊള്ളുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഒരു ഉഷാറ് കിട്ടും. ഇത് പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നത് ഇംപ്രോപ്പർ ആണെങ്കിൽ ഗ്യാസ്ട്രിക് ആയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവാൻ അത് കാരണമാവുകയും ചെയ്യും. ഇനി വേണ്ടത്ര വെയിൽ കൊണ്ടില്ലെങ്കിൽ നമുക്കൊരു ഉഷാറ് കിട്ടില്ല. നമ്മുടെ എനർജി ലെവൽ കണ്ടമാനം താഴെ പോകുന്നത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. എക്സസൈസ് ചെയ്യുകയും വേർക്കുകയും ചെയ്തില്ലെങ്കിലും ഒരു അലസത മനോഭാവമായിരിക്കും നമുക്കുണ്ടാവുന്നത്. അത് അൺഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് സമ്മാനിക്കാനായിരിക്കും സഹായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് വേണ്ട ഫുഡ് കൊടുക്കുന്നതും നമ്മുടെ ശരീരത്തിന് വേണ്ട എക്സസൈസ് കൊടുക്കുന്നതും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാം നമ്മെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് സഹായിക്കുന്ന പല ഹോർമോൺസിൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്ന പോലും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഡോപ്പമിൻ പോലുള്ള ഹോർമോൺസ് ഒക്കെ എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. അതുപോലെ മറ്റാളുകളായിട്ട് സഹകരിക്കാനൊക്കെ തയ്യാറാവുമ്പോഴും മറ്റാളുകളുമായി നമ്മൾ സംസാരിക്കുകയും വർത്തമാനം പറയുകയും സോഷ്യലായിട്ടുള്ള പല ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോൺസ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹാപ്പിനെസ് ഉണ്ടാക്കാനുള്ള പല കാര്യങ്ങളും നമ്മുടെ ശരീരം പ്രോപ്പറായിട്ടിരുന്നാൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ശരീരത്തിന് വേണ്ട എക്സസൈസ് കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ 6 കാര്യങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ സ്വയം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അനാവശ്യമായി മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എടുത്ത് നമ്മുടെ തലയ്ക്ക് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവരുടെ പ്രശ്നങ്ങളിൽ പലതും അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അത് അവർക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തി നമ്മളെ സന്തോഷിപ്പിക്കും എന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട സന്തോഷത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ സന്തോഷം എന്താണോ കിട്ടുന്നത് അതൊക്കെ ചെയ്ത് നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷകരമായി തന്നെ ജീവിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതേപോലുള്ള
ഇൻസ്പിറേഷണലായ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷന് സഹായിക്കുന്ന വീഡിയോസ് കാണാൻ താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്കൾ എന്ത് തീരുമാനമാണ് ഇപ്പോൾ എടുത്തതെന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ഒന്ന് അറിയിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.